ഹലോ, ഇന്ന് നമുക്കൊരു വെറൈറ്റി അല്ലാതെ സാധാരണ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാലോ. ഇന്ന് നമ്മൾ ചേർക്കുന്ന ഫ്രൂട്ട്സ് അല്ല, ഇന്ന് വേറെ കുറച്ച് ഫ്രൂട്ട്സ് ചേർത്തിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതിൻ്റെ ലോങ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് അത്യാവശ്യം റീച്ച് കിട്ടിയൊരു വീഡിയോ കൂടിയാണ്. അത് നമ്മൾ കുറച്ച് പാലും വെള്ളവും, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ചേർത്തിട്ട് പാലും വെള്ളവും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നമ്മൾ പാൽ തിളപ്പിക്കാൻ വേണ്ടി സ്റ്റൗവിൽ വെക്കുക. ഇത് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ കുറച്ച് ചേർത്താൽ മതി, പെട്ടെന്ന് തിക്കായി കിട്ടും. ഞാനത് കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്, നന്നായി തിക്കായി പോയി. പെട്ടെന്ന് കഴിക്കാനും കുഴപ്പമില്ല, കുറച്ച് ടൈം വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നന്നായി തിക്കാവും. ഇത് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഫസ്റ്റ് ഇങ്ങനെ ഇടുന്ന സമയത്ത് ടൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡറിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്താലും മതി. പാൽ ചേർക്കണ്ട, വെള്ളം ചേർക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി പാലില്ലെങ്കിൽ വെള്ളം ചേർക്കാം. ഈ സമയത്ത് സ്റ്റൗവിൽ വെച്ച പാൽ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് വെക്കണം, തീർച്ചയായിട്ടും കരിഞ്ഞു പോയിട്ട് അടി പിടിക്കും. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ കസ്റ്റാർഡ് നമ്മൾ മിക്സ് ആക്കിയത് അതിലേക്ക് ഒഴിക്കുക. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ചധികം കസ്റ്റാർഡ് പൗഡർ എടുത്തതുകൊണ്ട് കുറച്ച് തിക്ക് പെട്ടെന്നായി കിട്ടിയിട്ടോ. ഇത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല, വേണമെങ്കിൽ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സമയം ഞാനതവിടെ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൂട്ട്സുകൾ കുറച്ച് ചേർക്കാം. നമ്മുടെ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ പീച്ച്, കിവി, പിന്നെ അതിനകത്ത് ഉറുമാമ്പഴം, ഈ നാലെണ്ണം ചേർക്കുന്നത്. പിന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും പൈനാപ്പിൾ ചേർക്കരുത്, കയ്പ്പ് രസം വരും. അതുപോലെ ഓറഞ്ച് ചേർത്താലും കയ്പ്പ് രസം വരും. നമ്മൾ വീട്ടിലേതെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഇതെല്ലാതും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ ഒരു പ്ലേറ്റിനകത്ത് നമ്മുടെ കസ്റ്റാർഡ് ഉണ്ടാക്കിയ നമ്മുടെ പാൽ മിക്സും തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. മറ്റേ പ്ലേറ്റിനകത്ത് നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് എല്ലാതും മിക്സ് ചെയ്ത് വെക്കുക. ലാസ്റ്റ് എല്ലാം സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൃത്യം അതിൻ്റെ ടെക്സ്ചർ ഉണ്ടായിരിക്കും. മറിച്ച് നമ്മൾ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ചില ഫ്രൂട്ട്സിൽ വെച്ച് വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് വെള്ളം പോലെ വരുമ്പോൾ അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ ഒന്നും ശരിയാവില്ല, ഒരു ഐസ്ക്രീമിൻ്റെ ഇത് വരില്ല. അങ്ങനെ ചെയ്യാനാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ആ സമയത്ത് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അങ്ങനെ നമ്മളവിടെ കിവി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പീച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് യെല്ലോ ഡ്രാഗൺ, ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന ആ റെഡിൻ്റെ ഡ്രാഗൺ എന്നല്ല, ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു, നല്ല മധുരമുണ്ട്. സാധാരണ നമ്മുടെ ഫ്രൂട്ട്സ് നമ്മൾ ആ റെഡ് കളറിലൊക്കെ ഉള്ളത് അത്ര ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇത് ഭയങ്കര മധുരമുണ്ട്. ഇതിൻ്റെ പേര് പലോറ അങ്ങനെ എന്ത് ഡ്രാഗൺ ഫ്രൂട്ടിനുള്ള ഒരു ഐറ്റമാണ്. അങ്ങനെ നമ്മൾ അടുത്ത് ചേർക്കുന്നത് നമ്മുടെ ഉറുമാമ്പഴം. പിന്നെ ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ടേസ്റ്റാണ്, തണുപ്പിച്ചാൽ അതിനേക്കാൾ ടേസ്റ്റാണ്. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. നമ്മൾ പറഞ്ഞ പൈനാപ്പിൾ, ഓറഞ്ച് അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് മാറ്റി നിർത്തണം, ഇല്ലെങ്കിൽ അത് കയ്പ്പ് രസമായിരിക്കും കേട്ടോ. ഫ്രൂട്ട് സലാഡ് മധുരമല്ലേ, അത് കയ്പ്പായിരിക്കും, ശരിക്ക് നമുക്ക് കഴിക്കാൻ പറ്റാതാവും. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് ഒഴിക്കുക ചെയ്യുന്നത്. ഇതിലേക്ക് പഴം ചേർത്താൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ആപ്പിൾ ചേർക്കാം, മുന്തിരിയൊക്കെ ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് കുറച്ചും കൂടി മധുരം വേണം, കുറച്ചും കൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കണ്ടൻസ് മിൽക്ക് കുറച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മധുരം കുറവാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, പഞ്ചസാര മാത്രം മതി. കണ്ടൻസ് മിൽക്ക് ചേർക്കാം. പിന്നെ അതുപോലെ ഈത്തപ്പഴം, അതുപോലെ ബദാം, അണ്ടിപ്പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിട്ട് അരച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അങ്ങനെയും ചേർത്ത് കൊടുക്കാം, പക്ഷെ അരച്ച് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ്. നമ്മൾ കസ്റ്റാർഡ് കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇത് ഒഴിച്ച് കുറച്ച് തിക്ക് അധികമായി കേട്ടോ, കുറച്ച് കസ്റ്റാർഡ് പൗഡർ തന്നെ അധികമായിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കസ്റ്റാർഡ് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, പിന്നെ മൊത്തം ഫ്ലോപ്പായി പോകും കേട്ടോ. അങ്ങനെ ഇത്രയുള്ളൂ നമ്മുടെ കസ്റ്റാർഡ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നേരത്തെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്